നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? എൻ്റെ പേര് അനിൽ. ഓക്കെ. ചേട്ടാ ഇപ്പോൾ ഈ മുനമ്പത്ത് ബിജെപിയുടെ ഒരു വാർഡ് മെമ്പർ ആദ്യമായിട്ട് മുനമ്പം 1-ാം വാർഡിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ക്ഷണിച്ചു. വർഷങ്ങളായിട്ട് ബിജെപിയുടെ പ്രവർത്തനത്തിൽ, സംഘപരിവാറിന്റെ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് ഒരു വാർഡ് മെമ്പർ വന്നിട്ട് അദ്ദേഹത്തെ പ്രധാനമന്ത്രി ക്ഷണിക്കുമ്പോൾ താങ്കളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? ഹാപ്പിനെസ് എങ്ങനെയാണ്? ഞങ്ങളെ സംബന്ധിച്ച് പള്ളിപ്പുറം പഞ്ചായത്തിൽ ഇതിനു മുമ്പ് ഒരു വാർഡ് മെമ്പർ ഉണ്ട്. പക്ഷെ ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 80-85% ക്രിസ്ത്യൻ മതവിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് അവിടെ BJPക്ക് എന്ന് പറയുന്ന 6-7 വോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബി ജെ പിക്ക് അവിടെ സ്ഥാനാർത്ഥിയെ പോലും ഞങ്ങൾ വർഷങ്ങളായിട്ട് നിർത്താറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് അവിടെ താമസിക്കുന്ന ക്രിസ്തുമത വിശ്വാസികൾക്ക് സത്യം മനസ്സിലായി. അവിടുത്തെ ഭൂമി അവരുടേതായി മാറണമെങ്കിൽ BJPയുടെ കൂടെ നിന്നാൽ മാത്രമേ, അവരാണ് സത്യസന്ധമായി അവിടുത്തെ ആ ഭൂമി ഉടമകൾക്കൊപ്പം നിൽക്കണമെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അങ്ങനൊരു ചരിത്രപരമായൊരു വിജയം. BJPയെ സംബന്ധിച്ച് 6-7 വോട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു വാർഡിൽ നല്ലൊരു ഭൂരിപക്ഷത്തില് ആ വാർഡ് പിടിക്കുക എന്ന് പറഞ്ഞു. മാത്രമല്ല, മുനമ്പം പ്രദേശത്തെ വേൾഡില് ലോക രാജ്യങ്ങൾ അറിയുന്ന തരത്തിലുള്ള വലിയൊരു സമര പരിപാടികൾക്ക് രൂപം കൊടുക്കുന്നതിന് ശക്തി പകർന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതിന് സുരേഷ് ഗോപി സാറ് വന്നതോടുകൂടിയാണ് ആ സമരം വലിയൊരു ജനപങ്കാളിത്തമുള്ള, വലിയൊരു പബ്ലിസിറ്റിയുള്ള, പ്രചാരമുള്ള ഒരു സമരമായി മാറിയത്. അന്ന് മുതലേ അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി BJPക്കൊപ്പം നിന്ന്, BJPയുടെ കൂടെ നിന്ന്, BJP വന്നാൽ മാത്രമേ അവിടെ അവരുടെ ഈ ഭൂമി അവരുടെ സ്വന്തമായി മാറൂ എന്ന് അവർക്ക് തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിജയം ഉണ്ടായിരുന്നത്. ഇപ്പോ വിജയിച്ച സ്ഥാനാർത്ഥി, അത് ചരിത്രമാണ് ഞങ്ങളെ സംബന്ധിച്ച്. അങ്ങനെ ഒരു ക്രിസ്തുമത വിശ്വാസികളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ BJPയോട് കാലങ്ങളായിട്ട് വെച്ചു പുലർത്തിയിരുന്ന ഒരു വിഭാഗത്തിന്റെ ഇടയിൽ BJP ഇത്രമാത്രം വളരുക എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാരിന്റെ, രാജ്യത്തിന്റെ ഭരണം, അഴിമതിയില്ലാത്ത ഭരണം, വർഗീയതയില്ലാത്ത ഒരു ഭരണം, പ്രത്യേകിച്ച് ക്രിസ്തുമത വിശ്വാസികൾക്കിടയിൽ ഉണ്ടായ നരേന്ദ്രമോദി സർക്കാരിനോടും നരേന്ദ്രമോദിക്കും ഉണ്ടായ ഒരു വലിയ വിശ്വാസത്തിന്റെ പേരിൽ കൂടിയാണ് ഈ വിജയം അവിടെ കൈവരിക്കാൻ സാധിച്ചത്. അദ്ദേഹത്തെ, ഈ വാർഡ് മെമ്പറെ, ഇപ്പൊ പ്രധാനമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ വിരുന്നിന് ക്ഷണിച്ചിരിക്കുകയാണ്. നമുക്ക് അഭിമാനം, വളരെ സന്തോഷം. ഈ സന്തോഷമൊന്നും പെട്ടെന്ന് കെട്ടടങ്ങുന്നതല്ല. അദ്ദേഹം ഇവിടുന്ന് യാത്ര തിരിച്ചു. ഞങ്ങളെല്ലാം അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ വിരുന്നിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി യാത്ര തിരിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വിരുന്നിലേക്ക് പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ മുനമ്പം എന്ന് പറയുന്ന ഈ ഒരു തീരദേശ കടലോര മേഖല, ഇവിടെ ഈ ക്രിസ്ത്യൻ സമൂഹം തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് BJP വിജയിക്കുമെന്ന് മുൻകൂട്ടി തിരിച്ചറിയാനായിട്ട് കോൺഗ്രസിനും അതോടൊപ്പം തന്നെ CPM-നും സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ മണിപ്പൂർ വിഷയം പോലെയുള്ള സംഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കുറെ ഫ്ലെക്സ് ബോർഡുകൾ അവർ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് അടുത്ത ദിവസങ്ങളിൽ അവർ ഈ പറയുന്ന മുനമ്പം വാർഡിൽ വെക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇത് ഏത് രീതിയിലാണ് നിങ്ങൾ നോക്കി കാണുന്നത്? ഭൂമി അവർക്ക് നൽകാൻ വേണ്ടി നൽകും, അടുത്ത വർഷം സർക്കാർ നൽകും, അല്ലെങ്കിൽ കോൺഗ്രസ് വന്നാൽ നേടിത്തരുമെന്നൊക്കെ പറഞ്ഞ് നിരവധി വാഗ്ദാനങ്ങളൊക്കെ ഈ ഇലക്ഷന് മുമ്പ് അവർ നടത്തി. കരമടക്കുന്ന കാര്യങ്ങൾ വരെ ചെയ്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരങ്ങളൊക്കെ നടത്തി. വലിയ തെറ്റായ, BJPക്കെതിരെ BJP വന്നു കഴിഞ്ഞാൽ നിരവധി വർഗീയ വിഷയങ്ങൾ ഉണ്ടാവും, ജാതിപരമായ വിഷയങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇവിടുത്തെ ക്രിസ്തുമത വിശ്വാസികൾ അത് വിശ്വസിച്ചില്ല. മണിപ്പൂർ വിഷയം പല ഘട്ടങ്ങളിലും പല നേതാക്കന്മാരും സോഷ്യൽ മീഡിയ ഒക്കെ വഴി അവിടുത്തെ ക്രിസ്തുമത വിശ്വാസികളെ BJPയിൽ നിന്ന് BJPയിലോട് കൂടെ അടുത്തിരിക്കുന്നവരെ അതിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി നിരവധി പ്രചാരങ്ങൾ, കള്ളപ്രചാരങ്ങള്, പോസ്റ്റർ പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ടും അതിനൊന്നും ഒരു മാറ്റം ക്രിസ്തുമത വിശ്വാസികൾക്ക് ഉണ്ടായില്ലെന്നുള്ളതാണ്. ഇപ്പോൾ ഈ BJPയെ സംബന്ധിച്ച് ഇപ്പോൾ തീരദേശ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ എറണാകുളം ജില്ലയുടെ തീരദേശ മേഖലയിലുള്ളൊരു പാർട്ടിയുടെ ഒരു പ്രവർത്തന കാര്യങ്ങൾ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ളൊരു ജനങ്ങളുടെ ഒരു ഇടയിലുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പോ ഈ തീരദേശത്ത് മാത്രമല്ല, കേരളത്തില് വലിയൊരു മാറ്റം. അതായത് BJP വാസ്തവത്തില് ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടുത്തെ
രണ്ട് പ്രബലമായ ന്യൂനപക്ഷ വിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് BJP ഒരു വലിയ കലാപകാരികളാണ്, വർഗീയകാരികളാണ്, അക്രമകാരികളാണെന്നൊക്കെ പറഞ്ഞ് കാലങ്ങളായിട്ട് പ്രചരിപ്പിച്ചിരുന്ന ആ തെറ്റിദ്ധാരണ അത് കള്ളമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ക്രിസ്തുമത വിശ്വാസികൾക്ക് പൂർണ്ണമായും നിരവധി ക്രിസ്ത്യൻ പുരോഹിതന്മാരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവർക്ക് സമാധാനപരമായി ജീവിക്കാൻ, അവരുടെ മതപരമായ പ്രവർത്തനങ്ങൾ, അവർക്ക് സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണെന്ന്, ഭാരതമാണെന്ന് പല ഘട്ടങ്ങളിൽ അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക്, അവരൊക്കെ വിദേശ രാജ്യങ്ങളിൽ, പല രാജ്യങ്ങളിൽ പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇന്ത്യയിൽ കിട്ടുന്ന സ്വാതന്ത്ര്യവും മതപരമായ അവകാശങ്ങളും ഒക്കെ ഇന്ത്യയിൽ കിട്ടുന്നത് പോലെ മറ്റു രാജ്യങ്ങളിൽ കിട്ടുന്നില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയൊക്കെ ഇല്ലാതാക്കും, അടിച്ചോടിക്കും എന്നൊക്കെ ഈ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇനി തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്ന മുസ്ലിം മതവിശ്വാസികൾ കൂടി അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ കൂടി വരും എന്നല്ലെങ്കിൽ നാളെ അവർ കൂടി ഈ കാണിക്കുന്ന കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഈ കള്ളക്കഥകൾ തിരിച്ചറിഞ്ഞ് അവരും നാളെ ഈ രാജ്യത്തിനൊപ്പം BJPക്കൊപ്പം വരുമെന്ന് ഞങ്ങൾക്ക് തർക്കമില്ല. ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ഏറ്റവും അടുത്ത ഒരു സഖ്യകക്ഷിയായിട്ട് ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഈ ജമാഅത്ത് ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദ സംഘടനയല്ല എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ പറയുക എന്നുള്ളൊരു സാഹചര്യം വരെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് കേരളത്തിലെ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിന്റെ ഇടയിൽ ഏത് തരത്തിലുള്ളൊരു അവരെങ്ങനെയാണ് ഇന്ന് ചിന്തിക്കേണ്ടത്? അത് കോൺഗ്രസ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ രാജ്യത്തിന് ഒറ്റുകൊടുക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് വോട്ട് മതി. മത സംഘടനകളെ കൂട്ടുപിടിച്ച് അധികാരത്തിൽ കയറുക. ഇപ്പൊ തന്നെ നമുക്കറിയാം, സമസ്തയുടെ ഒരു യോഗം നടന്നപ്പോൾ സമസ്ത മുന്നോട്ട് വെച്ചിട്ടുള്ളത് മലപ്പുറം ജില്ല വിഭജിച്ച് വേറൊരു ജില്ല കൂടി വിഭജിച്ച് മലപ്പുറം ജില്ല വേറെ ആക്കണം എന്ന രീതിയിലേക്ക് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെന്തിനാ? വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അവരുടെ മതപരമായ വോട്ട് കാണിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നത് സാധിച്ചു തന്നാൽ ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടും. അത് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, മാർക്സിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അവർക്ക് ഞങ്ങളുടെ വോട്ട് കിട്ടുമെന്ന രീതിയിലുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ട് ഈ രണ്ട് വിഭാഗത്തിനെയും മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ, ആ മുൾമുനയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഇന്ന് കേരളത്തിൽ. അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങൾ എന്ത് പണി ചെയ്യണം? അതിനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും. ഇപ്പോൾ ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഈ വൈപ്പിനടക്കമുള്ള മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും BJPക്ക് വളരെ വലിയ മുന്നേറ്റം കിട്ടും. ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് കേരളത്തില് ആര് കേരളം ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന തരത്തില്, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാവുന്ന തരത്തിലേക്ക് ഒരു വലിയ ശക്തിയായി BJP മാറും ഈ തെരഞ്ഞെടുപ്പില്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ കേരളത്തിൽ യഥാർത്ഥ വികസനവും, അഴിമതിയില്ലാത്ത വികസനവും രാജ്യത്ത് BJP നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ BJP പറയുന്ന തരത്തിലേക്കുള്ള ഒരു ഭരണ സംവിധാനം വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദിയായിട്ട് ഈ ഒരു സമയത്ത് പ്രതികരിച്ചു. താങ്ക് യു.